ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ചാനൽ. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും വന്നു അല്ലേ? നമ്മളെവിടെ നിർത്തിയേ? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു? യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ ഡിപ്പെൻഡന്റ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ കാൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഏരിയയും വോളിയം പഠിച്ചു. അപ്പൊ നമ്മൾ ഇവിടേക്ക് എന്താ പറഞ്ഞേ? SI യൂണിറ്റ്സ് എന്താന്ന് പറഞ്ഞു അല്ലേ? എന്താണ് SI യൂണിറ്റ്സ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഈ SI യൂണിറ്റ്സിന് എന്തുണ്ട്? കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള അറിയേണ്ടത്. അതായത് ഫണ്ടമെന്റലി, അതായത് എല്ലാ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സിന്റെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? നേരത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറഞ്ഞത്. എന്ത് ബേസിക് SI യൂണിറ്റ്സ് ആണ് എന്തൊക്കെ പറഞ്ഞേ? ലെങ്ത് ആണെങ്കിൽ എന്താ പറഞ്ഞേ? ലെങ്ത് ആണെങ്കിൽ മീറ്റർ ആണെന്ന് പറഞ്ഞു, മാസ് ആണെങ്കിൽ കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നും പറഞ്ഞില്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞു? ടൈം ആണെങ്കിൽ സെക്കൻഡ്സ് ആണ് പറഞ്ഞു, ഇലക്ട്രിക് കറന്റ് ആണെങ്കിൽ ആംപിയർ ആണ് പറഞ്ഞു, ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ ആണെന്ന് പറഞ്ഞു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോൾ ആണെന്ന് പറഞ്ഞു. അതൊക്കെ എന്താണ്? SI യൂണിറ്റ്സ് ആണ്. അപ്പൊ ഈ SI യൂണിറ്റ്സിന് കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് എന്താണ്? കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 3 പ്രത്യേകതകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചോദിക്കും, റൈറ്റ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്സ് ചോദിക്കും. എന്താ ചോദിക്കുക? റൈറ്റ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്സ് ചോദിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സാലിയൻ ഫീച്ചേഴ്സ് കൊടുക്കാം. ഹെഡിങ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് എന്ത് യൂണിറ്റ്സ് ആ? SI യൂണിറ്റ്സ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്സ്. 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. 1, 2, 3. അതിൽ ഒന്നാമത്തേണ് യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്. എന്താണ് ഒന്നാമത്തെ? യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്. യൂണിഫൈഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യൂണിഫോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്കൂളിലത്തേക്ക് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരേപോലെ ധരിക്കണത് അല്ലേ? അതല്ലേ യൂണിഫോം. അപ്പൊ അതേപോലെ യൂണിഫൈഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് യൂണിഫൈഡ് യൂണിറ്റ്സ്. പിന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ്, അതായത് ഈ വേൾഡ് മൊത്തത്തിൽ അംഗീകരിച്ച ഒരു യൂണിറ്റ് ആണ് എന്ത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് എന്ത്? SI യൂണിറ്റ്സ്. അപ്പൊ യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്, പിന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്. ഇനി അടുത്തത് adequate to express all physical quantities. എന്താ അതിന്റെ അർത്ഥം? adequate to express all physical, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമുക്ക് എന്ത് ചെയ്യാം? SI യൂണിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 3 സാലിയൻ ഫീച്ചേഴ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. പിന്നെ ഒന്ന് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ്. പിന്നെ എന്താ? adequate to express all physical quantities, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്ത് ചെയ്യാൻ പറ്റും? ഈ SI യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? റൈറ്റ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ എഴുതാം? മീറ്റർ എഴുതാം, പിന്നെ കിലോഗ്രാം എഴുതാം, ക്യാൻഡിൽ എഴുതാം, മോൾ എഴുതാം, സെക്കൻഡ്സ് എഴുതാം. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ്സ് ആണ്. ഇനി അതിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഏരിയ ഓഫ് ലീഫ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. ഇനി അടുത്താണ് എന്ത്? വോളിയം ആൻഡ് ഡെൻസിറ്റി. ഏരിയ പൊതുവെ എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ അല്ലെ? അതെല്ലാവർക്കും അറിയാലോ. വോളിയം എന്താ? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കുപ്പിയുടെ വോളിയം, ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതില് കൊള്ളണ അളവ് അല്ലെ? അതിൽ എത്ര കൊള്ളും എന്നുള്ള അളവാണ് എന്ത്? അതില് എത്ര കൊള്ളും എന്ന് പറഞ്ഞ അളവാണ് എന്ത്? എന്താണത് മക്കളെ? വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എത്ര
ക്വാണ്ടിറ്റി അതിൽ കൊള്ളും എന്നുള്ള അളവാണ് എന്ത് വോളിയം. അപ്പോൾ ഒരു ടാങ്കിന്റെ വോളിയം ഇത്രയാണ്, 1 ലിറ്റർ ബോട്ടിൽ എന്നല്ലേ നമ്മൾ പറയാം. അതായത് അതിൽ എത്ര ലിറ്റർ കൊള്ളും, 1 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ് 1 ലിറ്റർ വോളിയം ഉള്ള കുപ്പി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വോളിയം ഡെൻസിറ്റി എന്താന്ന് നോക്കാം. വോളിയം നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ വോളിയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി പക്ഷെ എന്താ? ഡെൻസിറ്റി എന്താണെന്ന് അറിയോ? എന്താ ഡെൻസിറ്റി? വോളിയം അപ്പൊ നമ്മൾ എങ്ങനെ കാണുക? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്താണ് വോളിയത്തിന്റെ ഇക്വേഷൻ? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്താണ് മക്കളെ? വോളിയം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സപ്പോസ് ഒരു ക്യൂബ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്ത് തന്നു? ഒരു ക്യൂബ് തന്നു. ക്യൂബ് വരയ്ക്കാറില്ല എല്ലാവർക്കും? ഒരു ക്യൂബ് തന്നു. ഈ ക്യൂബിന്റെ ഹൈറ്റ് നിങ്ങളോട് പറയാണ്. ക്യൂബോ അല്ലെങ്കിൽ ക്യൂബോയിഡോ എന്തോ ആയിക്കോട്ടെ. ക്യൂബിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നു. അത് ഒരു ബ്ലോക്ക്. ഇതാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ? ഒരു കട്ട. ആ ഒരു കട്ടയുടെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈക്വൽ ടു 0.2 മീറ്റർ ആണ് തന്നു. എന്ത് തന്നു? ലെങ്ത് ഈക്വൽ ടു 0.2 മീറ്റർ ആണ് തന്നു. പിന്നെ ബ്രെഡ്ത്ത് ബി ഈക്വൽ ടു എന്താ തന്നു? 0.01 മീറ്റർ ആണ് തന്നു. ബ്രെഡ്ത്ത് ഈക്വൽ ടു 0.01 മീറ്റർ ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 0.05 മീറ്റർ എന്ന് തന്നു. അപ്പൊ നിങ്ങൾ വോളിയം എങ്ങനെ കാണുക? വോളിയം എങ്ങനെ കാണും? എങ്ങനെ കാണുക? എങ്ങനെ കാണും? 0. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? ലെങ്ത് എത്രയാ? 0.2 മീറ്റർ അല്ലേ? ലെങ്ത് 0.2 മീറ്റർ ഇൻറ്റു 0. ബ്രെഡ്ത്ത് എത്രയാ? 0.01 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാ? 0.05. ഇതൊക്കെ കൂടി ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? എത്ര കിട്ടും? ഇൻറ്റു ചെയ്ത് നോക്കൂ, വേഗം ഇൻറ്റു ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്യും. എത്ര പോയിന്റ് ഉണ്ട് മൊത്തം? ഈ 2-ൽ ഒരു പോയിന്റ് ഉണ്ട്, ഇതിൽ 2 പോയിന്റ് ഉണ്ട്, ഇതിൽ 2 പോയിന്റ്. അപ്പൊ മൊത്തം എത്ര പോയിന്റ് വരും? അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? ആദ്യം 0.2 ഇൻറ്റു 0.01 ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഉത്തരത്തിന് ഇൻറ്റു 0.05 ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0.001 കിട്ടും. ഇത്ര എഴുതിയാൽ മതിയോ? മീറ്റർ ക്യൂബ് വേണ്ടേ? കാരണം ഇതിലും മീറ്റർ ഉണ്ട്, ഇതിലും മീറ്റർ ഉണ്ട്, ഇതിലും മീറ്റർ. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്ത് കിട്ടും? മീറ്റർ ക്യൂബ് കിട്ടും. അപ്പൊ 0.001 മീറ്റർ ക്യൂബ് ആണ് അവിടെ നിങ്ങളുടെ വോളിയം. ഓക്കെ, അതാണ്. അങ്ങനെയാണ് നമ്മൾ വോളിയം കാണാം. അപ്പൊ വോളിയം കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും എഴുതി വെച്ചോ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് പഠിക്കാം? വോളിയം കിട്ടിയപ്പോ ഇനി ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഈക്വൽ ടു എന്താ? ഡെൻസിറ്റി ഇക്വേഷൻ ഞാൻ പറയാം. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലാവും. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അതായത് എന്താ ഇവിടെ ഇതിന്റെ അർത്ഥം? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? മാസ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയത്തില് എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ്
ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വോളിയം നമ്മൾ എടുത്തു, ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് വോളിയത്തിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്ര മാസ് ആ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ നിങ്ങൾക്ക് മാസും തന്നിട്ടുണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോളിയം കാണാം അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി കാണാൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി കിട്ടും. അതായത് മാസ് പെർ യൂണിറ്റ് വോളിയം കിട്ടും. എത്ര മാസ് ഉണ്ട് ഒരു യൂണിറ്റ് വോളിയത്തിൽ, എത്ര മാസ് ഉണ്ട് എന്നുള്ളത് കിട്ടണം എന്ത് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. ഡെൻസിറ്റി മറക്കുവോ? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് എന്താ? കെ ജി അല്ലേ. മാസിന്റെ യൂണിറ്റ് കെ ജി. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? എം ഇൻറ്റു എം ഇൻറ്റു എം. ലെങ്ത്തിന്റെ എം, ബ്രെഡ്ത്തിന്റെ എം, ഹൈറ്റിന്റെ എം. എം ഇൻറ്റു എം ഇൻറ്റു എം എന്താ? എം ക്യൂബ്. ഇങ്ങനെയാണോ ഇടുക? അല്ല, യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കെ ജി പെർ മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. എന്താണ്? കെ ജി പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്. മനസ്സിലായത്? വേഗം എഴുതിയെടുത്തോ? ഒപ്പം എഴുതിയെടുത്തോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തില് പറയാനുള്ളത്. പിന്നെ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്. അതായത് യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഒരു റോഡിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണ്ടേ. അതേപോലെ ഇവിടെ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഈ റൂൾസ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എഴുതും. അതായത് the symbols of units are normally written using small letters. പൊതുവെ നമ്മൾ എന്താണ് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക. ഇപ്പൊ ലെങ്ത്തില് മീറ്റർ ആണ് അല്ലേ, മീറ്ററിന്റെ സ്മോൾ ലെറ്റർ എം അല്ലേ നമ്മൾ യൂസ് ചെയ്ത്. അതേപോലെ പിന്നെ സെക്കൻഡിൽ അതേപോലെ സ്മോൾ ലെറ്റർ എസ് ആണ് യൂസ് ചെയ്ത്. അതേപോലെ കിലോഗ്രാമിലും കെയും ജിയും തന്നെയായിരുന്നു സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ symbols of units are normally written using small letters in the ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിത്തെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് എഴുതാൻ പാടും, യൂണിറ്റ്സ് എഴുതാൻ പാടും. ഇനി നിങ്ങൾ അറിയാണ്ട് കെ ജിക്ക് നിങ്ങൾ എന്ത് എഴുതുന്നത്, കെ ജി എന്ന് എഴുതി. ഇത് ശരിയാണോ? അല്ല. എന്താണ്? ഇത് തെറ്റാണ്. നിങ്ങൾ എന്ത് എഴുതാൻ പാടൂ, കെ ജി, സ്മോൾ ലെറ്റർ കെ ജിന്ന് എഴുതാൻ പാടുള്ളൂ. അതേപോലെ മീറ്ററിന് നിങ്ങൾ എന്ത് എഴുതാണ്, ക്യാപിറ്റൽ എം എഴുതാണ്. ടീച്ചർ ഒറ്റ വെട്ടി വിട്ടുള്ളൂ അല്ലേ. തെറ്റാണ്. എന്ത് എഴുതാൻ പാടൂ, സ്മോൾ ലെറ്റർ എം ആണ് എഴുതാൻ പാടുള്ളൂ. ബട്ട് ദർ ആർ സർട്ടൈൻ ഒക്കേഷൻസ് ഓൺ വിച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആർ യൂസ്ഡ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. അതെവിടെ യൂസ് ചെയ്തു? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പഠിച്ചപ്പോൾ ഏതോ ഒന്നിൽ മാത്രം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും. ഏതിലായിരുന്നു? ടെമ്പറേച്ചറിലെ കെൽവിൻ അല്ലേ, കെൽവിൻ ക്യാപിറ്റൽ കെ. പിന്നെ വേറെ ഒന്നിലും കൂടി യൂസ് ചെയ്തു. ഏതിലായിരുന്നു? ഇലക്ട്രിക് കറണ്ട് അല്ലേ. ഇലക്ട്രിക് കറണ്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്, ക്യാപിറ്റൽ എ ആണ് ഇതിനോട്ട്. അങ്ങനെ ചില ഒക്കേഷൻസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ റോഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്യില്ല. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ റൂൾസ് ഒന്ന് മാറി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഏതൊക്കെയാണ് ആ ചിലത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് ഓരോ യൂണിറ്റ്സും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് യൂണിറ്റ്സ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് നമ്മൾ യൂണിറ്റിന്റെ പേര് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. യൂണിറ്റിന്റെ പേര് എഴുതുന്ന സമയത്ത് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അടുത്ത റൂള്, മൂന്നാമത്തെ റൂള്. അതായത് ഇപ്പോൾ ഞാൻ എഴുതുകയാണ് ഇവിടെ കെൽവിൻ എഴുതുന്നുണ്ടോ, കെൽവിൻ എഴുതി. ഇത് തെറ്റാണ്. നിങ്ങൾക്ക് എന്താ എഴുതാം, സ്മോൾ ലെറ്റർ കെ ഇ, കെൽവിൻ ആണ്,
സ്മോൾ ലെറ്റർ KELVIN എഴുതാം. ഇത് ശരിയാണ്. ഇനി അതേപോലെ ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അതിൽ നിങ്ങൾ NE ന്യൂട്ടൺ എന്ന് എഴുതി. ഇത് തെറ്റാണ്. എന്ത് എഴുതാൻ പാടും? NEWTON എഴുതാൻ പാടും. ഇത് ശരിയാണ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അതിന്റെ നെയിമിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ റൂള്. പിന്നെ നാലാമത്തെ റൂള്, നെവർ യൂസ് ദ പ്ലൂരൽ ഫോം യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ 1 kg പറഞ്ഞാൽ ഒന്ന് തന്നെ ഉള്ളൂ അല്ലേ? 1 kg എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ ഉള്ളൂ. ഇനി 10 എണ്ണം ഉണ്ടെങ്കിൽ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ വരുമ്പോൾ. അപ്പൊ 10 എണ്ണം പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? kgs എന്ന് എഴുതാൻ പാടില്ല. എന്ത് എഴുതാൻ പാടില്ല? kgs എന്ന് എഴുതാൻ പാടില്ല. അത് തെറ്റാണ്. എന്ത് എഴുതാൻ പാടും? അപ്പോഴും kg എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോഴും kg എന്ന് എഴുതാൻ പാടുള്ളൂ. അതേപോലെ ഇപ്പോൾ 1 സെന്റിമീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ എഴുതാം? 1 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി 2 സെന്റിമീറ്റർ 2 cms എന്ന് എഴുതണം? വേണ്ട, അത് തെറ്റാണ്. എന്ത് എഴുതാൻ പാടും? 2 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പാടും. അങ്ങനെയാണ് കുറച്ച് എന്തുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു? ലെങ്ത് എന്താ പഠിച്ചു, മാസ് എന്താന്ന് പഠിച്ചു, ടൈം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചേ? ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിച്ചു. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്തായിരുന്നു? ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താ? ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതിന്റെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു. ലാസ്റ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ 2 എക്സാമ്പിൾ ഏതൊക്കെയാ? ലെങ്തും അതേപോലെ മാസും അല്ലേ, ടൈം. അതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഡിറൈവ്ഡിന്റെ ആണെങ്കിലോ ഏരിയ, വോളിയം ഒക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ എന്തൊക്കെയാ പഠിച്ചേ? വോളിയം എന്താ, ഡെൻസിറ്റി എന്താ പഠിച്ചു. ഡെൻസിറ്റി എന്തായിരുന്നു? മാസ് പെർ യൂണിറ്റ് വോളിയം ആണെന്ത്? ഡെൻസിറ്റി. അതായത് ഒരു വോളിയത്തിൽ, ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? kg per meter cube. ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിൽ ഈ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടി റൂൾസ് ഉണ്ടായി ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ പാഠം നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.